അപ്പൊ ഇന്ന് നമുക്ക് സ്നാപ്ചാറ്റിന്റെ അഡ്മിൻസ് അല്ലേ സെറ്റിംഗ്സ് ഓപ്ഷൻ ഒന്ന് നോക്കിയാലോ. അപ്പൊ സെറ്റിംഗ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് ജനറലി SEO ഇന്റഗ്രേഷൻസ്, ഈ മൂന്ന് ഓപ്ഷൻ ആണ്. അതിൽ ജനറലിൽ ഉള്ളതെന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളെ കറൻസി ചേഞ്ച് ചെയ്യാൻ, അങ്ങനെ ഡൊമൈൻ സബ് ഡൊമൈൻ നമ്മളെ ചേഞ്ച് ചെയ്യാൻ അങ്ങനത്തെ ഓപ്ഷനാണ്. SEO എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള SEO സെറ്റപ്പ് ആണ് അതിൽ വരുന്നത്. പിന്നെ ഇന്റഗ്രേഷനിൽ നമുക്ക് നമ്മളെ ഫേസ്ബുക്ക് മെറ്റ ആഡ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉള്ള ഇന്റഗ്രേഷൻ, ഗൂഗിൾ ടാഗ് ഇന്റഗ്രേഷനും അതുപോലെ തന്നെ വാട്സപ്പ് ഇന്റഗ്രേഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോയിൽ പോകാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞുതരാം. അപ്പോൾ സ്നാപ്ചാറ്റിന്റെ അഡ്മിൻ സൈഡിൽ എത്തുകയാണെങ്കിൽ അനലറ്റിക്സിന്റെ അടിയിൽ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെറ്റിംഗ്സിലാണ് ഈ പറഞ്ഞ മൂന്ന് ഓപ്ഷൻസ് ഉള്ളത്. ഫസ്റ്റ് ജനറലിൽ വരികയാണെങ്കിൽ നമ്മളെ കറൻസി ചേഞ്ച് ചെയ്യാൻ, സ്റ്റോറിന്റെ കറൻസി ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് സ്റ്റോർ സൈഡിൽ പോവുകയാണ്. സ്റ്റോർ സൈഡിൽ പോകാൻ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ഈ ഗ്ലോബ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സ്റ്റോറിന്റെ സൈഡിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ കാണാൻ എല്ലാതും AED ആണ്, കറൻസി AED ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്മിൻ സൈഡിൽ പോയിട്ട് ഇവിടെ എന്ത് ചെയ്ത് സ്റ്റോർ കറൻസി മാറ്റി INR ഇട്ട് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെബ്സൈറ്റ് സൈഡിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ എല്ലാതും റുപ്പീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കറൻസി ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഷോ ക്വിക്ക് ഗൈഡ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറയുമ്പോൾ ഈ ക്വിക്ക് ഗൈഡിൽ ക്ലിക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ എല്ലായിടത്തും വീഡിയോസ് കാണാം, ക്വിക്ക് ഗൈഡ് വീഡിയോസ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കണ്ടൊക്കെ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആ ബട്ടൺ ഓഫ് ആക്കിയിട്ട് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെയും ക്വിക്ക് ഗൈഡിന്റെ ബട്ടൺ കാണൂല. അപ്പോൾ അങ്ങനെ ചെയ്യാം. തൽക്കാലം ഞാൻ ഇത് ഓൺ ആക്കിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൊമൈൻ, നമ്മൾ സബ് ഡൊമൈനിലാണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കൊടുത്ത ബിസിനസ് നെയിമാണ് ഇവിടെ ഇത് കാണിക്കുന്നത്, മൈ സ്റ്റോർ എന്നുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈ സ്റ്റോർ എന്നുള്ളത് മൈ വെറും സ്റ്റോർ എന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോർ അവൈലബിൾ അല്ല. മൈ സ്റ്റോർ എന്നുള്ളത് മൈ സ്റ്റോർസ് ഒരു S കൂട്ടി കൊടുത്ത്, 2 S കൂട്ടി കൊടുത്ത് അത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മളെ പഴയ ഡൊമൈന് സബ് ഡൊമൈനിൽ അത് വർക്ക് ചെയ്യില്ല, കാരണം പേര് ചേഞ്ച് ചെയ്തല്ലോ. അപ്പോൾ ഇനി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതേപോലെ സെറ്റ് ചെയ്യണം. അതായത് മൈ സ്റ്റോർസ് 2 S ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആക്കിയാലും ഇനി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിലൊക്കെ നമ്മൾ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡൊമൈന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡിലീറ്റ് സ്റ്റോർ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ അതേപോലെ SEOയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ SEOയിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബിസിനസിന്റെ പേര് ഇവിടെ ആഡ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന സർവീസിന് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുക. ഇവിടെ രണ്ടോടത്ത് എന്ത് ചെയ്യുക, നിങ്ങളെ ലോഗോ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് വഴിയൊക്കെ നമ്മളെ വെബ്സൈറ്റിലെ ലിങ്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇതും ഈ 2 ഇമേജും ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലൊരു ഇമേജ് ആയിരിക്കും അവിടെ കാണിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇനേബിൾ സെർച്ച് എഞ്ചിൻ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ടോഗിൾ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും സെർച്ച് ചെയ്തിട്ട് നിങ്ങളെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് കാണൂല. അപ്പോൾ കൺസ്ട്രക്ഷൻ ടൈമിലൊക്കെ ഇത് ഓഫ് ആക്കിയിട്ട് ഇടാം. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഓൺ ആക്കി ഇട്ടാലും മതി. അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഓപ്ഷനാണ് നമ്മൾ വരുന്നത് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷനിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ടാഗ് ഇന്റഗ്രേഷൻ. അതായത് നമ്മളെ കൃത്യമായ അനലറ്റിക്സും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഗൂഗിൾ ടാഗ് ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെറ്റാ പിക്സൽ, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പരസ്യം ചെയ്യുന്നവരാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യം ചെയ്യുന്നവരാണെങ്കിൽ, ആഡൊക്കെ റൺ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു മെറ്റാ പിക്സൽ ID ആഡ്സ് മാനേജറിൽ നിന്ന് കിട്ടും. അതെന്ത് ചെയ്യുക, ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ഒരു അനലറ്റിക്സ് കിട്ടാൻ വളരെ സഹായവും. പിന്നെ അതേപോലെ തന്നെ വാട്സപ്പിൻ്റെ ഇതാണുള്ളത്. അതായത് നമ്മൾ വെബ്സൈറ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയിട്ട് ചാറ്റ് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ബട്ടൺ കാണിക്കണോ വേണ്ട എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഈ ടോഗിൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് എന്ന് പറയുമ്പോൾ ആ ചാറ്റ് വിത്ത് അസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് അവർക്ക് എന്ത് മെസ്സേജാണ് ആ ടെക്സ്റ്റിൽ വന്ന് കിടക്കുന്നത്. അതായത് നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് ഡിഫോൾട്ടായിട്ട് അവിടെ വന്ന് കിടക്കും. ആ മെസ്സേജ് എന്താണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് ഇത് ഓഫ് ആക്കിയിട്ട് സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പോയി റിഫ്രഷ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാറ്റ് വിത്ത് അസ് ഇവിടെ കാണുക. അപ്പോൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ബട്ടൺ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് നമ്മളെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24 hour നമ്മളെ സർവീസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആ ഒരു സർവീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം.
പിന്നെ അതേപോലെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിൻ പാനലിൽ എന്തൊക്കെ ഓപ്ഷൻസോ കാര്യങ്ങളോ വരുന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് അടുത്തത് വരാം. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. ബൈ.